ശ്രീ ജയചന്ദ്രൻ, ദേശീയ തലത്തിൽ കഴിഞ്ഞ നിരവധി നാളുകളായി തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, മറ്റ് ജീവനക്കാരുടെ സംഘടനകൾ, ഫെഡറേഷനുകൾ ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ, തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരായ പല നിവേദനങ്ങളും നൽകിയിരുന്നു. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന കർഷക സമരങ്ങൾ, അങ്ങനെ ഓരോ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുമ്പോഴും അവർ കൂടുതൽ നിയമങ്ങൾ കൊണ്ടുവരാനും ലേബർ കോഡ് അടക്കം നടപ്പിലാക്കാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ഈ ഒരു പണിമുടക്കിലേക്ക് പോകേണ്ടി വന്നത്. തങ്ങളുടെ പ്രതിഷേധം സർക്കാരിന് മുന്നിൽ അറിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. പക്ഷേ ആ സമരത്തെയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, ഞാൻ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഈ രീതിയിൽ കേരളത്തിൽ മാത്രം അത് ബന്ദായും ഹർത്താലായും മാറുന്നു, അത് വേണമോ വേണ്ടയോ എന്നൊരു ചർച്ച ഞാൻ മുന്നോട്ട് വെക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് BJP സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെ എതിർക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ഈ രീതിയിലാണ് സമീപനം സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇതില് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും അവരുടെ INTUC ട്രേഡ് യൂണിയനും മറ്റ് ഈ സമരത്തിൽ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ പണിമുടക്ക് രാജ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ പറയാൻ കാരണം ഈ പണിമുടക്കിന് ആധാരമായ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് രാജ്യവിരുദ്ധമായ താല്പര്യങ്ങൾ, കോർപ്പറേറ്റ് താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന, വിദേശ കുത്തകൾ താല്പര്യങ്ങൾ കൊണ്ട് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന മോദി സർക്കാരിനെതിരായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നത്. ഇത് തെറ്റാണ് എന്നൊരു നിലപാട് പറയാൻ സതീശന് എന്ത് അവകാശം? ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായതുകൊണ്ടോ അദ്ദേഹം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് ഒരു പാർട്ടിയുണ്ട്. അദ്ദേഹം മത്സരിച്ചത് കോൺഗ്രസ് ടിക്കറ്റിലാണ്. ഇവ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതും കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ MLA ആയതുകൊണ്ടാണ്. അപ്പൊ ആ പാർട്ടിയുടെ നേതൃത്വം ആ പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറി, AICC പ്രസിഡന്റും AICCയുടെ സമന്വയ ജനറൽ സെക്രട്ടറിയും മുൻ പ്രസിഡന്റായിരുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രതിപക്ഷമായ രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചിട്ടുള്ള നിലപാടുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ആ നിലപാടിനൊപ്പം നിൽക്കാനല്ലാതെ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള, പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുക മാത്രമല്ല, ഇന്ന് ഇദ്ദേഹം നടത്തുന്ന, സതീശൻ നടത്തുന്ന പുതുയുഗ യാത്ര എന്ന ഈ രാഷ്ട്രീയ സന്ദേശയാത്ര ഉണ്ടല്ലോ, അത് ഇന്ന് മാറ്റിവെക്കണം എന്ന് INTUC രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് വഴങ്ങാതെയാണ് ഈ തരത്തിലുള്ള നീക്കങ്ങളുമായി ഇദ്ദേഹം മുൻപോട്ട് പോകുന്നത്. ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നല്ലാതെ മറ്റെന്താണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുക? സംശയമൊന്നുമല്ല, സംശയിക്കേണ്ട കാര്യവുമില്ല. പച്ചയ്ക്കാണല്ലോ ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആരുടെ നിന്നാണ് അച്ചാരം വാങ്ങിയിട്ടുള്ളത് ഇതിന് എന്നുള്ളതാണ് കേരളത്തിലെ തൊഴിലാളികൾ അവരുടെ മുമ്പുള്ള അടിയന്തര ചോദ്യം. ഇത് കേരളത്തിലെ മാത്രമല്ലാതെ വരും. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസിൽ ഈ സതീശന്റെ നിലപാട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് വ്യാപകമായ ചർച്ചയ്ക്ക് വഴിവെക്കുന്നതാണ് എന്നുള്ള ഒരു സംശയവുമില്ല. ഇത്തരം ഒരു നിലപാടെടുക്കാൻ സ്വന്തം സംഘടനയുടെ ഉൾപ്പെടെയുള്ള സമരത്തെ, അഖിലേന്ത്യാ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്റെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശയാത്രയെ മാറ്റിവെക്കാതെ മാത്രമല്ല അതിനെ പരസ്യമായി നിന്ദിക്കുകയോട് ചെയ്യുന്ന നിലയിലുള്ള സതീശന്റെ അഭിപ്രായ പ്രകടനം നിശ്ചയമായും അതാണ് രാജ്യദ്രോഹം. ഒരു സംശയവുമില്ല. ഈ മോദി സർക്കാരിന്റെ രാജ്യദ്രോഹത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന സംഘടനകളെ എതിർക്കുന്ന നിലപാടും രാജ്യദ്രോഹമാണല്ലോ. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നതും അതേ തരത്തിലുള്ള പണിയാണ് എന്നല്ലാതെ മറ്റൊന്നും അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. അത്ര നഗ്നമായിട്ടാണ്, തുറന്നടിച്ചാണ് സതീശൻ ഇക്കാര്യത്തിലുള്ള തന്റെ സംഘടനാ വിരുദ്ധമായ നിലപാട്, രാജ്യ താല്പര്യ വിരുദ്ധമായ നിലപാട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.